സ്വന്തം നാട് തൃശൂർ തൃത്തല്ലൂർ ആയിരുന്നുവെങ്കിലും വിവാഹശേഷം കൊല്ലത്തേക്ക് താമസം മാറുകയായിരുന്നു രാജേന്ദ്രൻ. ഭാര്യാപിതാവായ ഒ. മാധവന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ നാടക ട്രൂപ്പ് ഏറ്റെടുക്കുകയായിരുന്നു മരുമകനായ രാജേന്ദ്രനും മകളായ സന്ധ്യയും ചേർന്ന്. പിന്നീട് നാടക ട്രൂപ്പിൽ നിന്നും സീരിയൽ നിർമ്മാണത്തിലേക്കും കടന്നു. എന്നാൽ അതിനിടെയാണ് പ്രമേഹമടക്കമുള്ള അസുഖങ്ങൾ ബാധിച്ചതും ശരീരഭാരം കുറച്ചതുമെല്ലാം. എന്നാൽ അതൊക്കെ അദ്ദേഹത്തിന് ക്യാൻസർ പോലുള്ള രോഗം ബാധിച്ചെന്ന തരത്തിലായിരുന്നു പ്രചരണങ്ങൾ ഉണ്ടായത്. അതിനെയെല്ലാം മറികടന്ന് കൊല്ലത്തെ ഈ വീട്ടിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു കുറച്ചു കാലമായി അദ്ദേഹം ഉണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് മുന്നേ പണിത വീടാണിത്. പഴയ മോഡലിൽ പണിതീർത്ത ഈ വീട് നടൻ മുകേഷിൻ്റേതാണ്. എന്നാൽ വല്ലപ്പോഴും മാത്രമാണ് മുകേഷ് ഇവിടേക്ക് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ രാജേന്ദ്രനും ഭാര്യയും അമ്മയുമായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. നിറയെ മുറികളുള്ള ഈ വലിയ വീടിൻ്റെ മുറ്റത്താണ് രാജേന്ദ്രൻ്റെയും സന്ധ്യയുടെയും മകൻ കളിച്ചു വളർന്നതെല്ലാം. മൺകട്ടകളാൽ പണിത വീടാണിത്. അകവും പുറവും ഒരുപോലെ തണുപ്പ് നൽകി മുറ്റത്ത് വലിയ മാവുമുണ്ട്. വർഷങ്ങളുടെ പഴക്കമുള്ള ഈ വീട് മോടി പിടിപ്പിച്ചിട്ട് ഏറെക്കാലമായി. എങ്കിലും പഴമയുടെ സൗന്ദര്യത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വീട്. മുറ്റത്ത് തുളസിത്തറയും മറ്റുമുണ്ട്. റോഡരികിനോട് ചേർന്നുള്ള ഈ വീട്ടിലേക്ക് ആർക്കും എളുപ്പത്തിൽ തന്നെ എത്തിച്ചേരാവുന്നതാണ്. വിവാഹശേഷം അച്ഛൻ്റെ നാടക ട്രൂപ്പ് ഏറ്റെടുത്തതോടെയാണ് രാജേന്ദ്രൻ ഈ വീട്ടിൽ താമസമാക്കുന്നത്. സന്ധ്യയുടെ അനുജത്തി ജയശ്രീ വിവാഹം കഴിഞ്ഞു പോവുകയും മുകേഷ് മറ്റ് സിനിമാ തിരക്കുകളിലും മറ്റുമായതോടെ അമ്മയ്ക്ക് കൂട്ടായി മാറുകയായിരുന്നു സന്ധ്യയും രാജേന്ദ്രനും. മറ്റൊരു പുതിയ വീട് നിർമ്മിക്കുവാൻ പലപ്പോഴും ആലോചനകൾ ഉണ്ടായെങ്കിലും ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട്ടിൽ അമ്മയ്ക്ക് തണലായി നിൽക്കുകയായിരുന്നു ഇരുവരും. അവസാനം ഈ വീട്ടിൽ വെച്ചു തന്നെയാണ് രാജേന്ദ്രൻ്റെ അവസാന ശ്വാസവും നിലച്ചത്. ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും 1ാം റാങ്കോടെ ബിരുദം നേടിയ രാജേന്ദ്രൻ തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ സുഹൃത്തിനെ കാണാൻ എത്തിയപ്പോഴാണ് അവിടെ വിദ്യാർത്ഥിനിയായിരുന്ന സന്ധ്യയെ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ രാജേന്ദ്രൻ്റെ മനസ്സ് കീഴടക്കിയിരുന്നു സന്ധ്യ. ദിവസങ്ങൾക്കിപ്പുറം സന്ധ്യയെ തേടിയെത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു കത്തായിരുന്നു. സന്ധ്യയുടെ കണ്ണുകളിലെ സൗന്ദര്യത്തെ പുകഴ്ത്തിയുള്ള ആ കത്തിന് മറുപടിയൊന്നും സന്ധ്യ നൽകിയില്ല. പഠനം പൂർത്തിയാക്കി വീട്ടിലെത്തിയപ്പോഴാണ് റഷ്യയിൽ ഉപരിപഠനം നടത്താനുള്ള ആഗ്രഹം സന്ധ്യ അച്ഛനോട് പറഞ്ഞത്. 5 വർഷത്തെ പഠനത്തിന് പോകും മുൻപ് കല്യാണം കഴിക്കണമെന്നായിരുന്നു അച്ഛൻ്റെ അഭിപ്രായം. അങ്ങനെ വിവാഹാലോചനകൾ നടക്കവെയാണ് പഴയ പുസ്തകത്തിൽ നിന്ന് രാജേന്ദ്രൻ അയച്ച കത്ത് ലഭിച്ചത്. പഠനം കഴിഞ്ഞ് വീട്ടിലെത്തി കല്യാണാലോചനകളുമായി നിൽക്കുകയാണ് എന്ന മറുപടി അപ്പോഴാണ് സന്ധ്യ നൽകിയത്. കത്ത് കിട്ടേണ്ട താമസം മറുപടിയും വന്നു. നാടകം പഠിച്ചയാളെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഒ. മാധവനും ബന്ധത്തിന് പ്രശ്നമുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടുകാരൊക്കെ ചേർന്ന് പെട്ടെന്ന് തന്നെ വിവാഹം നടത്തി. പക്ഷേ റഷ്യയിലേക്കുള്ള യാത്ര നടന്നില്ല. ആ സമയത്താണ് കല്യാണത്തിന് മുൻപേ എഴുതിയ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നത്. ദൂരദർശനിൽ ജോലി കിട്ടി. പിന്നീട് ഗർഭിണിയായി. തിരുവനന്തപുരത്ത് പോയി വരുന്നത് ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ ദൂരദർശനിലെ ജോലി ഉപേക്ഷിക്കുകയും അച്ഛന് സുഖമില്ലാതെ ആയപ്പോൾ നാടക ട്രൂപ്പ് രാജേന്ദ്രനും സന്ധ്യയും ഏറ്റെടുക്കുകയുമായിരുന്നു. ഒപ്പം ടെലിവിഷൻ പ്രോഗ്രാമുകളിലേക്കും ശ്രദ്ധ തിരിച്ചു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും